നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. കരുനാഗപ്പള്ളിയിൽ മധ്യസ്ഥ ചർച്ചയ്ക്കിടെ മരിച്ചത് സലീം മണ്ണിൽ. കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ കേസ്. കോഴിക്കോട് തിരുവമ്പാടിയിൽ കാർ കത്തി ഒരു മരണം. വയനാട് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. വർക്കലിൽ വിനോദസഞ്ചാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ ഏറുന്നു. സിഗ്നലും മുന്നറിയിപ്പ് ബോർഡുകളും ഇല്ല. കഴിഞ്ഞ വർഷമുണ്ടായത് 120ഓളം അപകടങ്ങൾ. കോന്നിയിൽ മാത്രം മരിച്ചത് 5 പേർ. ആചാരപ്പെരുമയിൽ കണ്ണൂർ മുച്ചിലോട്ട് ക്ഷേത്രത്തിൽ തിരുമുടി നിവർന്നു. പെരുങ്കളിയാട്ടത്തിന് സാക്ഷിയായി ആയിരങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണിൽ കൊല്ലപ്പെട്ട കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. തേവലക്കര സ്വദേശി മുഹമ്മദ് ഷാ, കോയിവിള സ്വദേശി യൂസഫ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. കേസിൽ കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം 4 മണിയോടെയാണ് സംഭവം. കരുനാഗപ്പള്ളി സ്വദേശിയായ യുവാവിന്റെയും കോയിവിള സ്വദേശിനിയായ യുവതിയുടെയും വിവാഹബന്ധം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തർക്കം പരിഹരിക്കാനായി ശ്രമിക്കുന്നതിനിടയിൽ കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണിലിന് മർദ്ദനമേൽക്കുകയായിരുന്നു. കൊല്ലം പാലോലിക്കുളങ്ങര മഹൽ സെക്രട്ടറി ഷമീറിനും സംഘർഷത്തിൽ പരിക്കേറ്റു. സലീമിനെ അസഭ്യം പറഞ്ഞ് നെഞ്ചിലിടിച്ചുവെന്നും ബൈക്കിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെ ചവിട്ടി വീഴ്ത്തിയെന്നുമാണ് എഫ്ഐആർ. മർദ്ദനത്തിൽ പരിക്കേറ്റ സലീമിനെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. ബന്ധുക്കൾ കരുനാഗപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊലക്കുറ്റത്തിന് കേസെടുത്തത്. യുവതിയുടെ ബന്ധുക്കളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് തിരുവമ്പാടിയിൽ കാർ കത്തി ഒരാൾ മരിച്ചു. പുന്നക്കൽ ചപ്പാത്ത് റോഡിലാണ് അപകടം. പുന്നക്കൽ സ്വദേശി അഗസ്റ്റ്യൻ ജോസഫാണ് മരിച്ചത്. അഗസ്റ്റ്യൻ ജോസഫിന്റെ ഉടമസ്ഥതയിൽ ഉള്ള മാരുതി ഓൾട്ടോ കാറാണ് കത്തി നശിച്ചത്. രാത്രി 12 മണിയോടെ ഇതുവഴി പോയ ബൈക്ക് യാത്രക്കാരനാണ് കാർ കത്തുന്നത് കണ്ടത്. തിരുവമ്പാടി പോലീസ് സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. വടക്കാഞ്ചേരി മങ്കരയിൽ ഇലക്ട്രിക് പോസ്റ്റ് ലോറിയിൽ കയറ്റുന്നതിനിടെ അപകടം. പോസ്റ്റ് വീണ് 2 പേർക്ക് പരിക്കേറ്റു. മുള്ളൂർക്കര സ്വദേശി ഹസനാർ, ആറ്റൂർ സ്വദേശി ഹുസൈൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്കും കാലിനും പരിക്കേറ്റ ഇവരെ തൃശൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് തരുവണ കരിങ്ങാരിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. കരിങ്ങാരി ചങ്കരപ്പാൻ CH ബഷീറാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം വർക്കലയിൽ വിനോദസഞ്ചാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാപ്പിൽ വെറ്റക്കട പെത്തിരിമുക്കിന് സമീപം കടൽ തീരത്തിനോട് ചേർന്നുള്ള പൊന്തക്കാട്ടിലാണ് മൃതദേഹം കണ്ടത്. യുക്രൈൻ സ്വദേശി അലക്സാണ്ടർ യൂഷോ ആണ് മരിച്ചത്. വിദേശിയുടെ മോട്ടോർ ബൈക്കും കടൽ തീരത്തിന് സമീപത്തു നിന്നും പോലീസ് കണ്ടെത്തി. ഇടുക്കി അന്തർ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ തടഞ്ഞ പടയപ്പ എന്ന കാട്ടാന. കണ്ണൻദേവൻ കമ്പനിയുടെ കന്നിമല എസ്റ്റേറ്റിന് സമീപത്താണ് രാത്രി 10 മണിയോടെ കാട്ടാന ഇറങ്ങിയത്. തൊഴിലാളികൾ ബഹളം വെച്ച് കാട്ടാനയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് വനപാലകരുടെ സംഘമെത്തിയാണ് ആനയെ സമീപത്തെ കാട്ടിലേക്ക് തുരത്തിയത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപും പടയപ്പ അന്തർ സംസ്ഥാന പാതയിലെത്തി വാഹനങ്ങൾ തടഞ്ഞിരുന്നു. മലപ്പുറം വഴിക്കടവ് 2ാം പാടത്ത് വന്യജീവി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. കടയടച്ച് വീട്ടിലേക്ക് വരികയായിരുന്ന പന്താർ അസറിനാണ് പരിക്കേറ്റത്. ബൈക്കിന് മുന്നിൽ ചാടിയത് പുലിയാണെന്ന് അസർ ഉറപ്പിച്ചു പറയുന്നു. കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് സംഭവം. രാത്രി കടയടച്ച് വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് അസർ അപകടത്തിൽപ്പെട്ടത്. അപ്രതീക്ഷിതമായി മുന്നിൽ ചാടിയ പുലിയെ ഇടിച്ച് ബൈക്ക് മറിയുകയായിരുന്നു. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ പുലിയെ വ്യക്തമായി കണ്ടതായി അസർ അവകാശപ്പെടുന്നു. വീഴ്ചയിൽ അസറിന് കാര്യമായ പരുക്കേറ്റിട്ടുണ്ട്.
പുലി തന്നെയാണ്. അത് അങ്ങേ ഭാഗത്ത് ചാടിക്കാണോ അങ്ങോട്ട് വില കുറിഞ്ഞിക്കണോ അല്ല തടിച്ചാടിയിട്ട് ഞാൻ തെറിച്ചു പോയി. എൻ്റെ ഹെൽമെറ്റ് ഒരു തലക്കും മന്തപ്പോഴേക്കണ് ഊരവേദന എടുത്തിട്ട് അതിലേറെ ഒരവസ്ഥയാണ് ഇപ്പോൾ. 2-3 ദിവസം മുന്നേ പ്രദേശത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. വനംവകുപ്പ് ഡെപ്യൂട്ടി റേഞ്ചർ എം വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം പരിശോധിച്ചു. ടാർ ചെയ്ത റോഡായതിനാൽ കാൽപ്പാടുകളൊന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാൽപ്പാടുള്ളത് പുലിയുടേതാണെന്ന് വ്യക്തമല്ല. കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ പുലിയാണോ എന്നത് വ്യക്തമാകൂ എന്ന നിലപാടിലാണ് വനംവകുപ്പ്. ന്യൂസ് 18 മലപ്പുറം. മകരവിളക്കിന് 1000 പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി വിന്യസിച്ചുവെന്ന് സംസ്ഥാന പോലീസ് മേധാവി. തീർത്ഥാടകർ മടങ്ങുമ്പോൾ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തിരക്കുണ്ടെങ്കിൽ മാത്രമേ ഗതാഗത നിയന്ത്രണം ഉണ്ടാകൂ എന്നും DGP പറഞ്ഞു. കഴിഞ്ഞ വർഷത്തിൻ്റെ ഏകദേശം 900 ആൾക്കാർ, അതിൽ 4 SP-മാർ, 19 DYSP-മാർ, 15 ഇൻസ്പെക്ടർമാരടക്കം 1000 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായിട്ട് വിന്യസിക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല, ഇവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഡ്രോൺ സംവിധാനം പിന്നെ ഹെലികോപ്റ്റർ സർവൈലൻസും കൂടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ CCTV ക്യാമറ സർവൈലൻസും കൂടാതെ നമ്മളെ BDDS യൂണിറ്റിൻ്റെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുന്നതാണ്. മകരജ്യോതി ദർശനത്തിന് ശേഷം ഭക്തജനങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഏതെങ്കിലും ഒരു അപകടം സംഭവിക്കാതെ എല്ലാവരും വളരെ സുഗമമായിട്ട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു എക്സിറ്റ് പ്ലാനും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മകരവിളക്ക് മഹോത്സവത്തിനായി ഇടുക്കി ജില്ലയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കളക്ടർ ഷീബ ജോർജ്, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പുല്ലുമേട്ടിൽ സന്ദർശനം നടത്തി. രാവിലെ 9 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 2 മണി വരെയാണ് പുല്ലുമേട്ടിലേക്ക് ഭക്തർക്ക് സന്ദർശനം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ആളുകൾ മകരവിളക്ക് ദർശനത്തിനായി ഇത്തവണ പുല്ലുമേട്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും അത്രത്തോളം ശക്തമാക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ വള്ളക്കടവിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം വിവിധ വകുപ്പുകളിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ പുല്ലുമേട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട് ടോപ്പ് വരെ ഓരോ 2 കിലോമീറ്റർ ഇടവിട്ട് ആംബുലൻസ്, മെഡിക്കൽ ടീമിന്റെ സേവനം, 1 കിലോമീറ്റർ ഇടവിട്ട് കുടിവെള്ള സൗകര്യം എന്നിവ ക്രമീകരിക്കും. 6 പോയിന്റുകളിൽ അഗ്നിരക്ഷാ വകുപ്പിനെ ചുമതലപ്പെടുത്തി. കോഴിക്കാനം മുതൽ പുല്ലുമേട് വരെ 14 കിലോമീറ്റർ വെളിച്ച സംവിധാനം ക്രമീകരിക്കും. ഭക്തർക്ക് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകും. പുല്ലുമേട് ടോപ്പിൽ മിന്നൽ രക്ഷാ സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട്. കുമളിയിൽ നിന്ന് KSRTC ഉച്ചയ്ക്ക് 1 വരെ 65 ബസ്സുകൾ സർവീസ് നടത്തും. വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി ഉച്ചയ്ക്ക് 2 മണിവരെ ഭക്തർക്ക് പ്രവേശിക്കാം. പോലീസ്, ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാ പോയിന്റുകളിലും ഉണ്ടായിരിക്കും. പിന്നെ കുടിവെള്ള സൗകര്യങ്ങൾ, മെഡിക്കൽ ടീമിൻ്റെ സൗകര്യങ്ങൾ, ബാക്കി എല്ലാ അറേഞ്ച്മെൻറ്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മകരവിളക്ക് ദർശനത്തിന് ശേഷം തിരികെ ശബരിമലയിലേക്ക് പോകാൻ അനുവദിക്കില്ല. 1400 പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാക്കാനാണ് തീരുമാനം. 1400 പോലീസുകാരെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. 6 DYSP-മാരുടെ മേൽനോട്ടത്തിൽ ഡിപ്ലോയ്മെൻറ്റ് നമ്മൾ എൻഷുർ ചെയ്യും. തീർത്ഥാടകർക്ക് എല്ലാ സപ്പോർട്ടും പിന്തുണയും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതോടെ പോലീസിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളോടും സഹകരണം തീർത്ഥാടക ഭാഗത്തു നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. പുല്ലുമേടിന് പുറമെ പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലും ദർശന സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെയും ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ന്യൂസ് 18 ഇടുക്കി. ജനുവരിയിലും ഇടുക്കിയിലെങ്ങും മഞ്ഞിൻ കാഴ്ചകളാണ്. തേയിലച്ചെരുവുകളെ പുതഞ്ഞെത്തുന്ന കോടമഞ്ഞാണ് നിറയെ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഇടുക്കിയിൽ കോടമഞ്ഞിന്റെ സാന്നിധ്യം കൂടുതലാണ്. ഇടയ്ക്കിടെ പെയ്ത പെരുമഴ ഇക്കുറി ഇടുക്കിക്ക് സമ്മാനിച്ചത് മനോഹര കാഴ്ചകളാണ്. ജനുവരിയിലും കോടമഞ്ഞിൽ പുതച്ചു നിൽക്കുകയാണ് ഇടുക്കി. മൂന്നാറിൽ നിന്ന് മറയൂരിലേക്കുള്ള യാത്രയിൽ തേയിലച്ചെരുവുകളെ തഴുകിമൂടുന്ന കോടമഞ്ഞ് എപ്പോഴും കാണാനാകും. മറയൂർ കഴിഞ്ഞ് കാന്തല്ലൂർ എത്തിയാൽ കാഴ്ചകൾ കൂടുതൽ മാറും. പകൽ സമയത്തും കടുത്ത മൂടൽമഞ്ഞ്. ദൂരക്കാഴ്ചകൾ മറച്ച് കോടമഞ്ഞ് കാന്തല്ലൂരിന്റെ കാർഷിക പെരുമയ്ക്കുമേൽ പിന്നെ
വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്നുണ്ട്. കൂടാതെ നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും വിനോദസഞ്ചാരികൾ എത്തുന്നത്. പണ്ടൊക്കെ മൂന്നാറ് മറ്റേ അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കാന്തല്ലൂർ മേഖല കേന്ദ്രീകരിച്ച് ഒത്തിരി ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. കാരണം ഇവിടെ പഴം, പച്ചക്കറി ഉൾപ്പെടെ ശർക്കര, മലയോര ശർക്കര ഉൾപ്പെടെ ഒട്ടേറെ അനുഭവങ്ങളും കാഴ്ചകളും ഉള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ വിനോദസഞ്ചാരി എത്തുന്നത്. കാന്തല്ലൂരും മൂന്നാറും മാത്രമല്ല, രാമക്കൽമേട്ടിലും ചതുരംഗപ്പാറയിലുമെല്ലാം കോടമഞ്ഞ് വിസ്മയം തീർക്കുന്നുണ്ട്. മഴയുള്ള ദിവസങ്ങളിൽ രാത്രിയാത്ര പോലും ദുഷ്കരമാകും വിധമാണ് തമിഴ്നാട് അതിർത്തി മേഖലയിലെ കോടമഞ്ഞിന്റെ സാന്നിധ്യം. ന്യൂസ് 18 ഇടുക്കി. കാർഷിക കേരളം. മാതൃകാ കർഷകനായ ഇടുക്കി രാജാക്കാട് കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ കൃഷിയിടം ഒരു കാർഷിക സർവകലാശാല കൂടിയാണ്. 96 പച്ചക്കറികളാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ പരിപാലിക്കുന്നത്. വ്യത്യസ്തമായ കൃഷിരീതികൾ കാണാനും പഠിക്കാനുമായി നിരവധി ആളുകളാണ് കൃഷ്ണന്റെ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. തന്നാണ്ട് വിളകളാണെങ്കിലും ഏതെങ്കിലും ഒരു കൃഷി മാത്രം നടത്തിയാൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവാണ് കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ വ്യത്യസ്തമായ ഈ കൃഷിരീതിക്ക് പിന്നിൽ. കപ്പയും വാഴയും പാവലും പരിപാലിക്കുന്നതിനൊപ്പം ഇടവിളയായി 96 പച്ചക്കറികളും സമൃദ്ധമായി നട്ടുപരിപാലിക്കുന്നു. കൃഷി പരിപാലനത്തിനും ചിലവിനുമുള്ള പണം ഇടവിളയിൽ നിന്ന് ലഭിക്കും. ഇതിപ്പോൾ 36 വർഷം കഴിഞ്ഞു, 37 വർഷമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ശീതകാല പച്ചക്കറി തന്നെ 1/2 ഏക്കർ സ്ഥലം എക്സ്ട്രാ ഉണ്ട്. പാവൽ 2 ഏക്കർ, കപ്പ ഐറ്റങ്ങളെല്ലാം കൂടി 2 ഏക്കർ സ്ഥലമാണ് നമ്മൾ രാജാക്കാട് കൃഷി ചെയ്യുന്നത്. രാജാക്കാട് കൃഷി ഭവൻ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെൽകൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതോടെയാണ് ഹൈറേഞ്ചിലെ കർഷകർ പാടശേഖരങ്ങളിൽ കപ്പയും വാഴയും ഉൾപ്പെടെയുള്ള തന്നാണ്ട് വിളകൾ നട്ടുപരിപാലിക്കാൻ തുടങ്ങിയത്. എന്നാൽ വിളവെടുപ്പ് സമയത്തുണ്ടാകുന്ന വിലയിടിവ് വാഴ, പാവൽ തുടങ്ങിയ കൃഷികൾക്ക് പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്ഥലം പാഴാക്കാതെയുള്ള ഇടവിള കൃഷിയുമായി കൃഷ്ണൻ കണ്ടമംഗലത്ത് എത്തിയത്. വാഴക്കിടവിളയായി കൂർക്ക, മധുരക്കിഴങ്ങ്, എള്ള്, കടുക്, പയറ് എന്നിവയാണെങ്കിൽ പാവൽ തോട്ടത്തിൽ സമൃദ്ധമായി വിളയുന്നത് ക്യാബേജും ക്യാരറ്റും ബീറ്റ്റൂട്ടും തക്കാളിയുമൊക്കെയാണ്. ഒപ്പം ജമന്തിയും സൂര്യകാന്തി കൃഷിയും. ഇടുക്കിയിലെ വട്ടവട, മറയൂർ, കാന്തല്ലൂർ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ശീതകാല പച്ചക്കറി കൃഷി ഇത്രയും വിപുലമായി നടത്തുന്ന മറ്റ് കൃഷിയിടങ്ങൾ കുറവാകും. കൃഷ്ണനും ഭാര്യ രാധയും രാവിലെ 6 മണിക്ക് കൃഷിയിടത്തിലെത്തും. വൈകിട്ട് 6 മണിക്കാണ് മടക്കം. ആദ്യകാലങ്ങളിലൊക്കെ കൃഷിയെപ്പറ്റി അറിയത്തില്ലാത്ത കൊണ്ടൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയായിരുന്നു. പിന്നീട് കൃഷി ചെയ്ത് അത് പരിചയമായി കഴിഞ്ഞപ്പോഴത്തേക്കിനും നിരന്തരം ഇത് തന്നെയാണ് കൃഷിയുടെ പുറകെ നിന്ന് ഇപ്പോൾ നല്ല താല്പര്യമായിക്കൊണ്ട് ഓരോ കാര്യങ്ങളും മാറ്റി ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിളവ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പ്രോത്സാഹനം എന്ന് പറഞ്ഞ പോലെ വീണ്ടും ചെയ്യാനുള്ള ഒരു ഇതാണ്. പിന്നെ ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതമാർഗം മുന്നോട്ട് പോകുന്നത്. ഇതില്ലാതെ പറ്റില്ല. പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുത്തതും എല്ലാം ഇതുകൊണ്ട് തന്നെയാണ്. മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി കൃഷിവകുപ്പും ഇവർക്കൊപ്പമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കൗതുകമാക്കുകയാണ് കോതമംഗലത്തെ കൃഷിയിടത്തിൽ വിളഞ്ഞ പടവലങ്ങൾ. 3 മീറ്റർ നീളമുള്ളതാണ് ഈ പടവലം. ചേരുംകുഴിയിൽ ലാലിച്ചന്റെയും ജോളിയുടെയും കൃഷിയിടത്തിലാണ് ഈ അത്ഭുത കാഴ്ച. 3 മാസങ്ങൾക്ക് മുമ്പ് കോതമംഗലത്തെ സഹകരണ ബാങ്കിന്റെ സ്റ്റാളിൽ നിന്ന് വാങ്ങിയ വിത്തുകളാണ് ഇപ്പോൾ വളർന്നു പന്തലിച്ച് അസാധാരണ വലിപ്പമുള്ള പടവലങ്ങകളുമായി നിറഞ്ഞു നിൽക്കുന്നത്. പടവലങ്ങകൾക്ക് 3 മീറ്ററിലേറെ നീളം വരും. അസാധാരണ വളർച്ച കണ്ട് വീട്ടുകാർ മാത്രമല്ല നാട്ടുകാരും അമ്പരന്നിരിക്കുകയാണ്. പടവലങ്ങൾ കാണാൻ നിരവധി ആളുകൾ എത്തുന്നുണ്ടെന്നും വീട്ടമ്മയായ ജോളി പറഞ്ഞു. 3 മാസം മുമ്പ് കോതമംഗലം സൊസൈറ്റിയുടെ സ്റ്റാളിൽ നിന്നാണ് ഇതിൻ്റെ വിത്ത് വാങ്ങിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇത് നട്ടു. ഇത്രയും നല്ല ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞങ്ങൾ പാവലും
വെണ്ടയെല്ലാം കൃഷി ചെയ്യാറുണ്ട്. ഇതിന് ചാണകം, പിന്നെ വേപ്പും പിണ്ണാക്കും പിണ്ണാക്കും കൂടെ ഇട്ട് പുളിപ്പിച്ച് കലക്കി വെച്ച വെള്ളം 1 ലിറ്ററിനകത്ത് 2 ലിറ്റർ വെള്ളം കൂടെ ചേർത്താണ് ഇതിന് വളമൊടിക്കുന്നത്. പച്ചച്ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എന്നിവ ചേർത്തുണ്ടാക്കിയ മിശ്രിതമാണ് വളമായി ഉപയോഗിക്കുന്നത്. വീട്ടാവശ്യത്തിനുള്ള വെണ്ട, വഴുതന, ചീര, പയർ, ക്യാബേജ്, കാന്താരി എന്നിവയും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 കോതമംഗലം. ഇടുക്കി ശാന്തൻപാറയിലെ പള്ളിക്കുന്ന് ചേരിയാർ റോഡ് പുനർനിർമ്മിക്കുന്നു. 2 പതിറ്റാണ്ടായി തകർന്നു കിടന്ന റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. രാജകുമാരി, സേനാപതി പഞ്ചായത്തുകളിൽ നിന്നും നെടുങ്കണ്ടത്ത് എത്താനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ പാത. 3,46 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് 9 കിലോമീറ്ററുള്ള പാത നവീകരിക്കുന്നത്. സർഗാത്മക യൗവനത്തിന്റെ 70 വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ SYS 2024 പ്ലാറ്റിനം ഇയറായി ആചരിക്കും. ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 1700 പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപനം നടത്തും. അബ്ദുൽ ഹക്കീം അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തും. നാട്ടുവർത്തമാനത്തിൽ ഇനിയൊരു ഇടവേള. വീണ്ടും ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുക്കോലക്കലിലാണ്. നമുക്കൊരു വലിയ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. നോ പറയുകയാണ് അവർ പ്ലാസ്റ്റിക്കിനോട്. അതും ഇങ്ങനെ ഒരു ഇൻസ്റ്റലേഷനിലൂടെ ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കത്തിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു വെല്ലുവിളി നമുക്കുണ്ട്. പ്ലാസ്റ്റിക് എന്ത് ചെയ്യാം? മേളിൽ ടെറസിൽ പോയിട്ട് അവർ കത്തിക്കും. കടയിലൊക്കെ പോകാൻ നേരത്തെ എപ്പോഴും തുണിസഞ്ചാരിക്ക് യൂസ് ചെയ്യണം. ഞാനൊരു പോയിന്റ് പറഞ്ഞു, കടയിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക് വേറെ ആലോചിച്ച് വെക്കണം കേട്ടോ. കവർ വേണോ? പിന്നെ വേണം നമ്മൾ പറയും. അത് കൊണ്ടുവന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം നമുക്ക് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ഒക്കെ ആവും. അങ്ങനെ ചെറിയ രീതിയിലുള്ള അയൽ തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. പാഠം 4 ഇന്ന് രാത്രി 8:30. ദർശന പുണ്യമായി കണ്ണൂർ രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ തിരുമുടി നിവർന്നു. ആയിരങ്ങളാണ് ചടങ്ങുകൾ കാണാൻ ക്ഷേത്രത്തിലെത്തിയത്. മുച്ചിലോട്ട് ഭഗവതിയുടെ പുരാവൃത്തത്തെ അനുസ്മരിച്ച് ഭഗവതിയുടെ പ്രതിപുരുഷനും ബാല്യക്കാരും മേലേരി കയ്യേറ്റു. തുടർന്ന് ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ കൈലാസക്കല്ലിനടുത്ത് തിരുമുടി ഉയർന്നു. ചെത്തിപ്പൂമാല കൊണ്ട് അലങ്കൃതമായ വർണ്ണമുടിയണിഞ്ഞ ദേവിയെ വിശ്വാസികൾ അരിയെറിഞ്ഞ് സ്വീകരിച്ചു. ചെണ്ടയുടെയും ചീനിക്കുഴലിന്റെയും താളത്തിനൊപ്പം പൊയ്ക്കണ്ണണിഞ്ഞ് കൈകളിൽ കോൽ ചുഴറ്റി ക്ഷേത്രത്തിന് 3 തവണ വലം വച്ചു. തുടർന്ന് മണിക്കിണറിൽ നോക്കി പൂവിട്ട് തിരുവായുധം ഏറ്റുവാങ്ങി. പെരുങ്കളിയാട്ട സമാപന ദിനത്തിൽ പുലിയൂർ കണ്ണൻ, പ്രമാഞ്ചേരി ഭഗവതി, തൽസ്വരൂപൻ, നരമ്പിൽ ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി, വിഷ്ണുമൂർത്തി, മടയിൽ ചാമുണ്ടി, കുണ്ടോറ ചാമുണ്ടി, പുലിയൂർ കാളി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. ക്ഷേത്രത്തിലെത്തിയ 10,000-ങ്ങൾക്ക് അന്നപ്രസാദവും ഒരുക്കിയിരുന്നു. ന്യൂസ് 18 പയ്യന്നൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവ നടത്തിപ്പിന് ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ചെയർമാൻമാരായി സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു. ഫെബ്രുവരി 21-ന് ആനയോട്ടത്തോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം കൊടിയേറും. മാർച്ച് 1-ന് ആറാട്ടോടെ സമാപിക്കും. ഓരോ സബ് കമ്മിറ്റിയിലും 15 അംഗങ്ങൾ ഉണ്ടാകും. 10 ദേവസ്വം ഉദ്യോഗസ്ഥരും 5 ഭക്തരും ഉൾപ്പെടും. ദേവസ്വം സുരക്ഷാ ജീവനക്കാർക്കായി കിലയുടെ സഹകരണത്തോടെ പരിശീലനം നൽകും. കാസർഗോഡ് നീലേശ്വരം ചാത്തമത്ത് കോണത്ത് വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടെയാണ് 11 ദിവസം നീളുന്ന ഉത്സവം.
ചാത്താമത്ത് ആലയിൽ പടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെയും ഓടോത്തുരുത്തി കായിക്കീൽ ഭഗവതി ക്ഷേത്രത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു ഭക്തജനങ്ങളുടെ കലവറ നിറയ്ക്കൽ. കലവറ വിഭവങ്ങളേന്തിയ സ്ത്രീകൾ ഇരു ക്ഷേത്രങ്ങളും വലം വച്ച് വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെത്തി സമർപ്പണം നടത്തി. പതിനൊന്ന് ദിവസത്തെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ദിവസവും അന്നദാനമുണ്ട്. ഇതിനാവശ്യമായ തേങ്ങ, ചേന, നേന്ത്രക്കായ, വെള്ളരി, കുമ്പളം, മത്തൻ തുടങ്ങിയ പച്ചക്കറികളും അരി, വാഴയില എന്നിവയുമാണ് ആഘോഷമായി ക്ഷേത്രത്തിലെത്തിച്ചത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ, വർക്കിംഗ് ചെയർമാൻ CK വിശ്വനാഥൻ നമ്പ്യാർ, K സതീശൻ നമ്പ്യാർ എന്നിവർ ചേർന്ന് കലവറ ഘോഷയാത്രയെ എതിരേറ്റു. കാലത്തിനനുസരിച്ച് മാറണം എന്നൊരു ചിന്താഗതിയോടുകൂടി ഇന്ന് ഉത്സവങ്ങളൊക്കെ വളരെ സങ്കുചിതമായി നടത്തുന്നതിന് പകരം ഏത് ക്ഷേത്രത്തിൽ ഉത്സവമായാലും അത് നാട്ടുകാരുടെയൊക്കെ പൂർണ്ണ പങ്കാളിത്തത്തോടുകൂടി കൂട്ടായ്മയോടുകൂടി നടത്തിയാൽ മാത്രമേ അത് ഉത്സവമാകുന്നുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ചാത്താമത്ത് ആലയിൽ പടാർകുളങ്ങര ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ന്യൂസ് 18 നീലേശ്വരം. ചരിത്ര പ്രസിദ്ധമായ പട്ടാമ്പി 110ാം നേർച്ച ആഘോഷത്തിന് ഒരുക്കം തുടങ്ങി. മാർച്ച് 2, 3 തീയതികളിലാണ് പട്ടാമ്പി നേർച്ച നടക്കുന്നത്. നേർച്ച നടത്തിപ്പിനായി പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകി. KR നാരായണസ്വാമി പ്രസിഡന്റായും അലി പൂവത്തിങ്കൽ ജനറൽ സെക്രട്ടറിയായും ഹനീഫ മാനു ട്രഷററായുമുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റിയും 56ഓളം ഉപ ആഘോഷ കമ്മിറ്റികളും ചേർന്ന് നടത്തുന്ന പട്ടാമ്പി നേർച്ച കാണാൻ ആയിരങ്ങളാണ് എത്തുക. വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാനുള്ള പരിശ്രമത്തിലാണ് കോതമംഗലത്ത് നിന്നുള്ള 7 വയസ്സുകാരൻ. കൈകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായലിൽ 4.5 കിലോമീറ്റർ നീന്തും. വാരപ്പെട്ടിയിലെ 7 വയസ്സുകാരൻ സത്വിക് റെക്കോർഡ് നേട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. കൈകൾ ബന്ധിച്ച് 4.5 കിലോമീറ്റർ നീന്തി ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെന്ന റെക്കോർഡ് നേടാൻ തയ്യാറെടുക്കുകയാണ് സത്വിക്. വൈക്കം ബീച്ചിൽ നിന്ന് ചേർത്തല തവണക്കടവ് വരെയാണ് നീന്തുക. കോതമംഗലം ഡോൾഫിൻ അക്വാറ്റിക് ക്ലബിലെ ബിജു തങ്കപ്പനാണ് പരിശീലകൻ. കോതമംഗലം ക്രിസ്തുജ്യോതി ഇന്റർനാഷണൽ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സത്വിക്. കോട്ടയം ജില്ലയിലെ വൈക്കത്ത് നിന്ന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തവണക്കടവിലേക്കുള്ള 4.5 കിലോമീറ്റർ ദൂരമാണ് കുട്ടി നീന്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഉദ്യമത്തിൽ വിജയിക്കാനായാൽ തീർച്ചയായിട്ടും കൈകൾ ബന്ധിച്ച് വേമ്പനാട്ട് കായൽ നീന്തി കടക്കുന്ന 4.5 കിലോമീറ്റർ ദൂരം നീന്തി കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ കുട്ടി എന്ന വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന് ഉടമയാകും സത്വിക്. സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും വലിയ പിന്തുണയാണ് സത്വിക്കിന് നൽകുന്നത്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 1 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് നീന്തി കയറാനാകും എന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കോതമംഗലം. ക്ലീൻ വർക്കല സേവ് വർക്കല എന്ന ആശയവുമായി വർക്കല ഗോജു റിയോ കരാട്ടെ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പാപനാശം ബീച്ചിൽ കരാട്ടെ ബീച്ച് ഫെസ്റ്റിവലും കൂട്ട ഓട്ടവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വെട്ടൂർ ഷാലിബ് ഉദ്ഘാടനം ചെയ്തു. സെൻസെ S വിജയൻ അധ്യക്ഷനായി. ബ്ലാക്ക് ബെൽറ്റ് ജേതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വർക്കല ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ സെക്രട്ടറി ബൈജു പുത്തൂരം വിതരണം ചെയ്തു. കരാട്ടെ പരിശീലകനായ ആറ്റിങ്ങൽ പ്രദീപ്, സെൻസെമാരായ സുമേഷ്, ഗിരീഷ്, സാർവിൻ, അജയൻ, മാടവിള, നിഷ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ വികസനമെത്തുന്നു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ അത്യാഹിത വിഭാഗവും OP ബ്ലോക്കും ഉൾപ്പെടെയുള്ള കെട്ടിടമാണ് ഉയരുന്നത്. പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതോടെ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിലെ മുഴുവൻ ആളുകളുടെയും ആശ്രയമാണ് അടിമാലി താലൂക്ക് ആശുപത്രി. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം ഇവിടെ പൂർത്തിയാവുകയാണ്. 4 നിലകളുണ്ട്. സമയപരിമിതിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും ആശുപത്രിയുടെ പ്രവർത്തനത്തെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. എന്നാൽ പുതിയ കെട്ടിടം തുറക്കുന്നതോടെ മെച്ചപ്പെട്ട ചികിത്സ കിട്ടുമെന്നാണ് പ്രതീക്ഷ. അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലാണ്. ദേവികുളം താലൂക്കിലെയും ഉടുമ്പൻചോല താലൂക്കിലെയും അടക്കം തോട്ടം തൊഴിലാളികളടക്കമുള്ള നിരവധി ആളുകൾക്ക് ഏക ആശ്രയമായ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഈ പുതിയ ബ്ലോക്കിൻ്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി ഹൈറേഞ്ചിലെ
ആരോഗ്യ മേഖലയിൽ വൻ കുതിപ്പാണ് ഉണ്ടാകാൻ പോകുന്നത്. അത്യാഹിത വിഭാഗത്തിനായി മുൻപ് നിർമ്മിച്ച കെട്ടിടത്തിന് പുറമെയാണ് വിവിധ വിഭാഗങ്ങൾക്ക് കിടത്തി ചികിത്സയ്ക്കായി പുതിയ കെട്ടിടം തയ്യാറാകുന്നത്. 10.42 കോടി രൂപ ചിലവിൽ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. 2 കോടി മുതൽ മുടക്കിയുള്ള കാത്ത് ലാബിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. പ്രസവാവശ്യത്തിനായി ഏറ്റവും അധികം ആളുകൾ എത്തുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ്. അത്യാഹിത വിഭാഗം, ഓർത്തോ, ഫാർമസി, ലാബ്, സ്ത്രീകളുടെ വാർഡുകൾ, ആധുനിക സൗകര്യമുള്ള ഒബ്സർവേഷൻ സൗകര്യം ഉൾപ്പെടെയെല്ലാം പുതിയ കെട്ടിടം വരുന്നതോടെ പൂർണ്ണതോതിൽ പ്രവർത്തിക്കും. ന്യൂസ് 18 അടിമാലി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5775, പവന് 46,200. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4800, പവന് 38,400. വെള്ളി ഗ്രാമിന് 78, കിലോയ്ക്ക് 78,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്വപ്ന സാഫല്യത്തിനായി രാമജന്മഭൂമി ഒരുങ്ങുന്നു. പ്രാൺ പ്രതിഷ്ഠയ്ക്കായി വിശ്വാസി സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ്. രാമനാമം ചൊല്ലി നാടും നഗരവും മുഴുവൻ അയോധ്യയിലേക്ക്. രാമഭജനുകളാൽ മുഖരിതമായ അയോധ്യാപുരിയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടുകളും പ്രശാന്ത് മംഗലശ്ശേരിയുടെ ദൃശ്യങ്ങളും. അയോധ്യ മുഴുവൻ ഭക്തിസാന്ദ്രമാണ്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠ കവറേജ് സമഗ്രമായി ന്യൂസ് 18-ൽ മാത്രം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. ഈ പരിപാടി